ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ കേടുകൂടാതെ അത് വെക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരമുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ കറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, അതിൽ മാറ്റമൊന്നും വരുത്തല്ലേ. ഇനി അതിലേക്ക് നമുക്ക് 2 ഏലക്കായും 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള മുട്ടയൊന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. നമ്മൾ തണുപ്പൊക്കെ പോക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഈ മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ പഞ്ചസാര പൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല കിട്ടുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ട് ഒരളവ് ഇതിന് പറയാനില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരിവ് ഉണ്ടാവുമല്ലോ, ആ രീതിക്ക് ആയി വരുന്നത് വരെ നമുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേ പൊടി അങ്ങ് ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. ആദ്യം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ കുറേ അങ്ങ് ഇട്ടിട്ട് ഒരുമിച്ച് അങ്ങ് കുഴക്കുകയല്ലേ ചെയ്യാൻ, അതുപോലെ ചെയ്യേണ്ട കേട്ടോ. കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ കുഴച്ചിട്ടെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഗീയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കൊരു മാവ് 3 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ മാവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാവിൻ്റെ നേരെ പകുതി ഇതുപോലെ എടുത്തിട്ട് ഒരു ബോളാക്കിയതിന് ശേഷം ഒന്നുകിൽ നമുക്ക് സാധാരണ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊടിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുമല്ലോ, അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പെട്ടെന്ന് നമ്മൾ ഇതിങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മളിത് മുറിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് ഇളകി കിട്ടും. ഇപ്പോൾ നമ്മളിത് റൗണ്ടായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സൈഡും ഒരേ ലെവലിൽ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു രീതിക്ക് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയും പാടില്ല, നല്ല നൈസായിട്ട് എടുക്കാനും പാടില്ല കേട്ടോ. ഈ രീതിക്ക് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പം നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി കൊടുക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാനേ പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി മറന്നുപോയല്ല, നമ്മളിത് പെട്ടെന്ന് കരിഞ്ഞു ഉള്ളു വേവാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് നമ്മൾ അടിപൊളി സ്നാക്കുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക്